നമസ്കാരം. റെട്രോ തിരക്കഥ സംവിധാനം കാർത്തിക് സുബ്ബരാജ്. ശരിക്കും ഭയങ്കര നിരാശയാണ് ഈ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോൾ തോന്നിയത്. കാരണം നമ്മൾ സൂര്യയുടെ ഒരു കംബാക്കിനായിട്ട് കുറേ നാളായിട്ട് നമ്മൾ കാത്തിരിക്കുക. ഇപ്പോൾ കോവിഡ് ടൈമിലൊക്കെ വന്നിട്ടുള്ള പടങ്ങൾ നോക്കിയാൽ നമുക്കറിയാം. ജയ് ഭീം ആണെങ്കിലും സൂര്യ റിപ്പോർട്ടർ പോലുള്ള നല്ല പടങ്ങൾ വന്നിട്ടുള്ളത് അത് ഡയറക്റ്റ് OTT റിലീസായിരുന്നു. ഒരു തിയേറ്ററിക്കൽ വിജയം സൂര്യക്ക് കിട്ടിയിട്ട് ഒത്തിരി നാളായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർത്തിക് സുബ്ബരാജുമായിട്ട് സൂര്യ വരുമ്പം ഒരു ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പോസ്റ്റേഴ്സ് ആണെങ്കിലും ട്രെയിലറും സോങ്സ് ഒക്കെ നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇതൊരു നല്ല വിജയമാകും, സൂര്യയുടെ ഒരു കംബാക്ക് ആകുമെന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് അസ്ഥാനത്തായി പോയെന്ന് പറയാം. എനിക്ക് തോന്നുന്നു പുള്ളി നമ്മുടെ കാർത്തിക് സുബ്ബരാജ് ഒരു ഫാൻ ബോയ് ആയിട്ട് ചെയ്ത പടം പേട്ട മാത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഫുൾ ആൻഡ് ഫുൾ രജനി ഷോ ആയിരുന്നു. അതിനകത്ത് പൊളിറ്റിക്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. എന്താണോ രജനിയിൽ നിന്നും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് തന്നെ നമുക്ക് പേട്ടയിൽ നിന്ന് കിട്ടിയത്. പക്ഷെ പിന്നീടുള്ള പടങ്ങളാണെങ്കിലും ഇപ്പം വന്ന് നമ്മളെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജിഗർദണ്ഡ XXO അല്ലെങ്കിൽ മഹാൻ പോലുള്ള പടങ്ങളാണെങ്കിലും പുള്ളിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന പൊളിറ്റിക്സ് പുള്ളി പറയുന്നുണ്ടെങ്കിൽ പോലും നല്ല ഡീസൻ്റ് ഒരു എൻ്റർടൈൻമെൻറ്റുകളായിരുന്നു ആ പടങ്ങൾ. പ്രേക്ഷകന് ഒരു തരത്തിലുള്ള മടുപ്പോ അല്ലെങ്കിൽ നമ്മൾ ആ ക്യാരക്ടേഴ്സായിട്ട് ഒരു ഇമോഷണൽ ഉണ്ടാകുന്ന ഒരു കണക്ഷനൊക്കെ ആ സിനിമയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പറയുന്ന പൊളിറ്റിക്സ് നമുക്ക് അതേപോലെ ഫീൽ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമയിലോട്ട് വന്ന തിരക്കഥ പാളിപ്പോയെന്ന് പറയാം. തരക്കേടില്ലാത്തൊരു ഫസ്റ്റ് ഹാഫ് എന്നേ പറയാൻ പറ്റൂ. ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ ലവ് സ്റ്റോറിയും ചെറിയ ഫൈറ്റ്സും പിന്നെ സൂര്യയുടെ ചില പെർഫോമൻസ് ഏരിയാസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കിഡിലും. അല്ലെങ്കിൽ പടത്തിന്റെ വിഷ്വൽസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഇതൊക്കെ കിഡിലും. ഇൻട്രോ ഒക്കെ ശരിക്കും സൂപ്പറായിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. തിരക്കഥ മോശമായി പോയെങ്കിൽ പിന്നെ പടത്തിൽ നമ്മൾ എത്ര പെർഫോമൻസ് ചെയ്തിട്ടും കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് എഴുതി വെച്ചിട്ടുള്ള രീതിയുണ്ട്. ഇപ്പം പടത്തിൽ തന്നെ ജോജു അല്ലെങ്കിൽ ജയറാം, സൂര്യ അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റിയ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ പെർഫോമൻസ് മോശമാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ തിരക്കഥയിൽ ഈ കഥാപാത്രത്തിനെ എഴുതി വെച്ചിട്ടുള്ള രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 15 മിനിറ്റ് ഒരു സിംഗിൾ ഷോട്ട് സാധനമുണ്ട്. പടത്തിൽ നമുക്ക് വാവ് എന്ന് തോന്നി അല്ലെങ്കിൽ കിഡിലോ എന്ന് തോന്നിയ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ 15 മിനിറ്റ് സിംഗിൾ ഷോട്ടാണ്. അത് ശരിക്കും അടിപൊളിയായിരുന്നു. പിന്നെ സെക്കൻഡ് ഹാഫ് ശരിക്കും കയ്യിൽ നിന്ന് പോയെന്ന് പറയാം. സെക്കൻഡ് ഹാഫിൽ കുറേ ക്യാരക്ടേഴ്സ് പിന്നെ കുറേ സബ് ശരിക്കും നമുക്ക് പടം ഒന്നാമത് കുറച്ച് ലെങ്തിയാണ്. പടം ഒന്ന് ഷോർട്ട് ആക്കാറുണ്ടെന്നൊക്കെ തോന്നുന്നു നമുക്ക്. ആ ഒരു ലെങ്തും പിന്നെ ഈ സബ് ഇതൊക്കെ നമുക്ക് ശരിക്കും മടുപ്പുണ്ടാക്കുന്നുണ്ട്. ഒരു തരത്തിലും ഒരു ക്യാരക്ടർ പോലും ഇമോഷണലി പ്രേക്ഷകരുമായിട്ട് കണക്റ്റ് ആകുന്നില്ല. അതിന് പ്രധാന കാരണം ഈ പറഞ്ഞത് തന്നെ. ഇപ്പം തിരക്കഥയിൽ ആ ക്യാരക്ടേഴ്സിനെ എഴുതി വച്ചേക്കുന്ന രീതി. പിന്നെ കാർത്തിക് സുബ്ബരാജ് സ്ഥിരമായിട്ട് പറയാറുള്ള പൊളിറ്റിക്സ് അത് ഈ സിനിമയിൽ പറയുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മളെ ഒരു തരത്തിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരു തരത്തിലും ആ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരാളുടെ ഒരു വേദന അല്ലെങ്കിൽ ഒരു സങ്കടം പറയുമ്പം നമുക്കും അത് ഫീൽ ചെയ്യണമല്ലോ. ഇതൊന്നും നമുക്ക് പ്രേക്ഷകൻ എന്ന രീതി ഒരു തരത്തിൽ നമുക്കിത് ഫീൽ ആവുന്നില്ല. ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതെ ഒരു ഫീലും ഇല്ലാതെ പോകുന്നുണ്ട്. പടത്തിൽ മികച്ച വിഷ്വൽസ് ഉണ്ട്, നല്ല പാട്ടുകളുണ്ട്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട്, മികച്ച പെർഫോമൻസുകളുണ്ട്. പക്ഷേ തിരക്കഥ പാളിയതോടെ പടം മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അപ്പം ഒരു സിനിമയുടെ ബേസ് എന്ന് പറയുന്നത് തിരക്കഥയാണ്. അത് മോശമായ എത്ര പെർഫോമൻസ് ചെയ്തിട്ടും കാര്യമില്ലെന്ന് ഈ സിനിമ തെളിയിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു ശരാശരി അനുഭവമാണ് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.